മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ അധികമാരാലും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. കലിയുഗത്തിൻ്റെ അവസാന പാദം വരെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇദ്ദേഹം സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ്. കുരു സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ ഇദ്ദേഹം ക്ഷത്രിയ വംശത്തിലാണ് പിറന്നത്. അത് മറ്റാരുമല്ല, കൃപാചാര്യർ. സംസ്കൃതത്തിൽ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ദയ അല്ലെങ്കിൽ ദാക്ഷിണ്യം എന്നാണ്. കുരു സാമ്രാജ്യത്തിൻ്റെ അധിപനായ ശന്തനു മഹാരാജാവിൻ്റെ ദത്തുപുത്രനാണ് കൃപാചാര്യർ. അസ്ത്രശസ്ത്രാദി വിദ്യകളിൽ അതികേമനായതുകൊണ്ട് അദ്ദേഹത്തിന് ആചാര്യസ്ഥാനമാണ് നൽകപ്പെട്ടത്. ഇതിഹാസത്തിൽ ഇദ്ദേഹം പല നാമങ്ങളിലാണ് അറിയപ്പെട്ടത്. സപ്തഋഷികളിൽ ഒരാളായ ഗൗതമ മുനിയുടെ വംശാവലിയിൽ പിറന്നതുകൊണ്ട് ഗൗതമ എന്ന നാമവും, സന്യാസിയും യോദ്ധാവുമായിരുന്ന ശരദ്വാന് അപ്സരസായ ജനപതിയിൽ പിറന്ന പുത്രനായതുകൊണ്ട് ശരദ്വാൻ എന്ന പേരും, എല്ലാത്തിലുമുപരി ഭരതവംശത്തിൻ്റെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് ഭരത് എന്ന സ്ഥാനനാമവും ഇദ്ദേഹത്തിന് നൽകപ്പെട്ടു. മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിൽ കൃപരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥകളുണ്ട്. സപ്തഋഷികളിൽ ഒരാളായ ഗൗതമ മുനിക്ക് തൻ്റെ പത്നിയായ അഹല്യയിൽ ശരദ്വാൻ എന്ന പുത്രൻ പിറക്കുന്നു. ശസ്ത്രവിദ്യകളിൽ ചെറുപ്രായത്തിൽ തന്നെ വളരെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്ന ശരദ്വാൻ വളർന്നപ്പോൾ വലിയൊരു വില്ലാളി വീരനായി തീർന്നു. ഒപ്പം തപസ്സനുഷ്ഠിച്ച് ദേവന്മാരെ വരെ പരാജയപ്പെടുത്താനുള്ള കരുത്താർജിക്കുകയും ചെയ്തു ശരദ്വാൻ. ഇന്ദ്രൻ്റെ ദേവപദത്തിന് വരെ ഭീഷണിയായി തീർന്ന ശരദ്വാന്റെ തപസ്സിളക്കിയത് ജനപതി എന്ന അപ്സരസാണ്. അങ്ങനെ അവർക്ക് കൃപർ, കൃപി എന്ന പേരുള്ള ഒരു പുത്രനും പുത്രിയും പിറക്കുന്നു. അതേസമയം വനത്തിൽ നായാട്ടിനായി എത്തിയ കുരു സാമ്രാജ്യത്തിൻ്റെ അധിപതി ശന്തനുവിൻ്റെ സൈനികർ ഈ രണ്ട് നവജാത ശിശുക്കളെയും വനത്തിൽ വെച്ച് കണ്ടെത്തുന്നു. ശന്തനു കൃപ, കൃപി എന്ന നാമകരണം ചെയ്ത് രണ്ട് ശിശുക്കളെയും ഹസ്തിനപുരത്തിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിവരമറിഞ്ഞ വനത്തിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന ശരദ്വാൻ കൊട്ടാരത്തിലെത്തി ശന്തനുവിനെ രണ്ട് കുട്ടികളുടെയും ജന്മത്തിന് പിന്നിലുള്ള കഥ അറിയിക്കുന്നു. അതുമാത്രവുമല്ല, ശരദ്വാൻ കൃപാചാര്യരെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ധനുർവേദം അഭ്യസിപ്പിച്ചു. അതേ തുടർന്ന് കൃപാചാര്യർ മഹാനായ ഒരു ശസ്ത്രാഭ്യാസിയായി മാറുകയും കുരു സാമ്രാജ്യത്തിലെ എല്ലാ രാജകുമാരന്മാരെയും ആയോധന ശസ്ത്രവിദ്യകളിൽ നിപുണരാക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. പാണ്ഡവ, കൗരവ വംശങ്ങളെ മാത്രമല്ല, വൃഷ്ണി, യാദവ വംശങ്ങളെയും ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് കൃപാചാര്യരാണ്. പിന്നീടാണ് പാണ്ഡവരും കൗരവരും ദ്രോണാചാര്യരുടെ അഭ്യസനത്തിൻ്റെ കീഴിലേക്ക് വരുന്നത്. മഹാഭാരതത്തിൽ അർജുനനെ കർണൻ വെല്ലുവിളിച്ചപ്പോൾ കർണൻ്റെ ക്ഷത്രിയ പാരമ്പര്യം വിളിച്ചു പറയാനായി സഭയിൽ വെച്ച് ആവശ്യമുന്നയിച്ചത് കൃപാചാര്യരാണ്. താൻ അഭ്യസിപ്പിച്ച ശിഷ്യന്മാർ ആരുടെ മുന്നിലും തോൽക്കരുത് എന്ന് കൃപാചാര്യർക്ക് ഏറെ നിർബന്ധമുണ്ടായിരുന്നു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ മനസ്സ് പാണ്ഡവ പക്ഷത്തിലാണെങ്കിലും കുരു സാമ്രാജ്യത്തോടുള്ള തൻ്റെ അചഞ്ചലമായ ഭക്തി കൊണ്ട് ദുര്യോധനനെയാണ് കൃപാചാര്യർ പിന്തുണച്ചത്. കൃപാചാര്യർക്ക് പാണ്ഡവരോടുള്ള ആഭിമുഖ്യം വ്യക്തമാക്കുന്ന സന്ദർഭമാണ് മഹാഭാരതത്തിലെ ശല്യപർവം അധ്യായത്തിൽ പാണ്ഡവരുമായി സന്ധിയിലെത്താൻ കർണന് ഉപദേശം നൽകുന്നത്. മഹാഭാരതത്തിൻ്റെ ഉദ്യോഗപർവത്തിൽ വെച്ച് ഭീഷ്മർ കൃപാചാര്യരെ മഹാരഥനായി പ്രഖ്യാപിക്കുന്നു. കൗരവപക്ഷത്തിനു വേണ്ടി അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് യുദ്ധം ചെയ്ത കൃപാചാര്യർ സാത്യകി, അർജുനൻ, സഹദേവൻ, ഭീമൻ തുടങ്ങിയ യോദ്ധാക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടു. ശിഖണ്ഡിയെയും യുധാമന്യുവിനെയും അഭിമന്യുവിൻ്റെ അംഗരക്ഷകരെയും വധിച്ചത് കൃപാചാര്യരാണ്. യുദ്ധത്തിൻ്റെ 18-ാം ദിവസം ഭീമന്റെ ഗദാപ്രഹരമേറ്റ് ദുര്യോധനൻ വീണപ്പോൾ പൊട്ടിക്കരഞ്ഞ കൃപാചാര്യർ അശ്വത്ഥാമാവുമായി ചേർന്ന് ദുര്യോധനന്റെ അന്ത്യനിർദ്ദേശപ്രകാരം രാത്രി സമയത്ത് പാണ്ഡവ പാളയത്തിലേക്ക് നുഴഞ്ഞുകയറി പാണ്ഡവരൊഴിച്ചുള്ള എല്ലാ യോദ്ധാക്കളെയും വധിക്കുകയും ചെയ്തു. മഹാഭാരതത്തിൻ്റെ സ്ത്രീപർവത്തിൽ കൃപാചാര്യർ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും അടുത്തെത്തി യുദ്ധത്തിൻ്റെ നില വിവരിക്കുന്നു. ആശ്രമവാസിക പർവ്വത്തിൽ ധൃതരാഷ്ട്രർ വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോകാൻ കൃപാചാര്യരും ഒരുങ്ങിയതാണ്. പക്ഷേ ധൃതരാഷ്ട്രർ ധർമ്മപുത്രരോടൊപ്പം നിലയുറപ്പിച്ച് കുരു സാമ്രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി പ്രവർത്തിക്കാൻ കൃപാചാര്യരോട് ആവശ്യപ്പെടുന്നു. പാണ്ഡവർ ഹിമാലയത്തിലേക്ക് അവസാന യാത്ര പുറപ്പെടുമ്പോൾ കൃപാചാര്യർ കുരു സാമ്രാജ്യത്തിൻ്റെ പുതിയ ചക്രവർത്തിയായ അർജുനന്റെ പുത്രൻ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഭരണത്തിന് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി
തൻ്റെ കടമകൾ തുടർന്നു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഭീഷ്മരെ പോലെ ദ്രോണരെ പോലെ കുരു സാമ്രാജ്യത്തോടുള്ള വിധേയത്വം കൊണ്ട് അധർമ്മത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യനാണ് കൃപാചാര്യർ. മഹാഭാരത യുദ്ധത്തിനൊടുവിൽ വധിക്കപ്പെടാതെ അവശേഷിച്ച 3 യോദ്ധാക്കളിൽ ഒരാളാണ് കൃപാചാര്യർ. മറ്റു 2 പേർ അശ്വത്ഥാമാവും കൃതവർമ്മറും. കലിയുഗം അവസാനിച്ച് അടുത്ത മന്വന്തരത്തിൽ സപ്തർഷികളിൽ ഒരാളായി പുനർജനിക്കാനാണ് കൃപാചാര്യരുടെ നിയോഗം. മഹാഭാരതത്തിൽ ഭീഷ്മരെ പോലെയും ദ്രോണരെ പോലെയും ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് കൃപാചാര്യരെങ്കിലും ഇവരുടെ വ്യക്തിപ്രഭാവത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയി. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് കൃപാചാര്യർ എന്നത് അടുത്ത യുഗത്തിലും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.